മോഡിയുടെ ഭരണകാലത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അദ്ദേഹത്തിന്റെ പേര് അശോക് ലവാസ എന്നാണ്. അദ്ദേഹം രാജിവെച്ചു പോയി. എന്തായിരുന്നു കാരണം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ 2 പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളാണെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു അശോക് ലവാസ. അദ്ദേഹം പറഞ്ഞു, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായതുകൊണ്ടാണെന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതായത് മുസ്ലിം ഭൂരിപക്ഷം അവിടെ ഉള്ളതുകൊണ്ടാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് അശോക് ലവാസ ചൂണ്ടിക്കാട്ടി. എന്ന് മാത്രമല്ല, ബീഹാറിൽ പോയി നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. പുൽവാമ, ബാലക്കോട്ടിന് ശേഷം അവിടെ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചു നരേന്ദ്രമോദി. ഇത് രണ്ടും തെറ്റാണ് എന്ന് അശോക് ലവാസ ചൂണ്ടിക്കാണിച്ചു. അതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കെതിരെ എടുത്തില്ല. പക്ഷേ നരേന്ദ്രമോദി അശോക് ലവാസയ്ക്കെതിരെ നിരന്തരം നടപടികളെടുത്തു. എന്തായിരുന്നു ചെയ്തത്? അശോക് ലവാസയുടെ വീട് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാപനം, അദ്ദേഹത്തിന്റെ